കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ നോക്കിയത് കിർച്ചോഫ് ലോസ് ആണ്. അത് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ സർക്യൂട്ടൽ തിയറമാണ്. ഓക്കെ, സോ ദാറ്റ് ഓൾറെഡി യു സ്റ്റഡിഡ് ഇൻ യുവർ lower classes. Now we have to study three more circuit theorem. One is called the Thevenin theorem, the other one is called Norton theorem, and the last one is called the maximum power transfer theorem. അപ്പോൾ ഈ മൂന്ന് തിയറംസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് പ്രധാനമായിട്ടും വരുന്ന ഈ പറയുന്നത്. ഏതൊക്കെയാണ്? ഐഡിയൽ വോൾട്ടേജ് സോഴ്സസും അതുപോലെ തന്നെ ഐഡിയൽ കറണ്ട് സോഴ്സസും. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുക, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കലാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, എന്താണ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് പറയുന്നത് നോക്കൂ. എ വോൾട്ടേജ് സോഴ്സ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് ടു ദ ലോഡ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കറണ്ട് ഡ്രോൺ ഫ്രം ഇറ്റ്. അപ്പോൾ ഏത് സമയത്തും ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, എവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം? ലോഡിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ ലോഡിലോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, ലോഡിലോട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് വോൾട്ടേജ് സോഴ്സിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കറണ്ട് ഡ്രോൺ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് എത്ര കറണ്ട് എടുത്തു കഴിഞ്ഞാലും വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. നമുക്കറിയാം ഓംസ് ലോന്റെ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ കറണ്ട് എത്ര എടുത്തു കഴിഞ്ഞാലും റെസിസ്റ്റൻസ് വിൽ ബി അഡ്ജസ്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ പ്രൊവൈഡ് കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്നുള്ള അർത്ഥത്തിലാണ് അത് അവിടെ വരുന്നത്. അത്തരം ഡിവൈസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് വിളിക്കുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ ഒരു കേസ്, അതായത് റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡിവൈസുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളും അല്ല. ഓക്കെ, അത് കാരണം അതിനൊരു വൺ ഓഫ് ദ റീസൺ നമ്മൾ പറയുന്നത്, എളുപ്പത്തിൽ നമുക്ക് പറയാവുന്ന വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് ആൻഡ് സീറോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതിനെന്തുണ്ടായിരിക്കണം? സീറോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഒരിക്കലും സീറോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ സം ഓഫ് ഓൾ ഫോംസ് ഓഫ് എനർജി റെസിസ്റ്റൻസ് പ്രൊവൈഡർ ഫ്രം ദ സിസ്റ്റം. അപ്പോൾ നമ്മൾ ബാറ്ററിയാണ് എടുക്കുന്നതെങ്കിൽ, ബാറ്ററി ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ആ ബാറ്ററിയുടെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡുകളും എല്ലാം ഉണ്ടാവും. അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ റെസിസ്റ്റൻസിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് സീറോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് നോക്കുക? അതാ കണ്ടോ, ഒരു പ്ലസ് സിമ്പിളും അതുപോലെ തന്നെ ഒരു മൈനസ് സിമ്പിളും ഇതൊരു സർക്കിളിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ബാറ്ററി ആണെങ്കിൽ നമ്മളൊരു വലിയ വരയും ചെറിയ വരയും അല്ലേ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ, ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ അതൊന്നും കാണിക്കില്ല. ഇങ്ങനെ വെറുതെ ഒരു പ്ലസും മൈനസും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വി ആർ യൂസിങ് എ വോൾട്ടേജ് സോഴ്സ്. വാട്ട് കൈൻഡ് ഓഫ് വോൾട്ടേജ് സോഴ്സ്? ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഇനി ഇതിൻ്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നോക്കുക. ഒരു വോൾട്ടേജ് സോഴ്സ് എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കറണ്ട് ഫ്ലോ ഉണ്ട്, ഇതിന് അക്രോസ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു വോൾട്ടേജ് കിട്ടുന്നുണ്ട്. കണ്ടോ? ആൻഡ് ദാറ്റ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ദിസ് വൺ. സോ ഇവിടെ ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക, വി ഐ ഗ്രാഫാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വി ഐ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വാട്ട് ഓർ ബി ദ കറണ്ട് യു ആർ ടേക്കിംഗ്, ദ വോൾട്ടേജ് റിമെയിൻസ് ഫിക്സ്ഡ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? മാറിക്കൊണ്ടിരിക്കണം. അത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ നമുക്ക് നോക്കാനുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഇ കോൾഡ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. കണ്ടോ? അപ്പോൾ അവിടെ ഒരു ചെറിയ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ടാവണം? നമ്മൾ കറണ്ട് ഡ്രോ ചെയ്യുന്നതിനനുസരിച്ച് ചിലതായിട്ട് വോൾട്ടേജിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കണ്ടോ, ഡ്യൂ ടു ദിസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വോൾട്ടേജ് ഡ്രോപ്പ് ടേക്സ് പ്ലേസ്. ഓക്കെ, a practical voltage source is just denoted by a resistance in series which represent the internal resistance of the source. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വെറുതെ ഒരു സർക്കിളിൽ ഒരു പ്ലസും മൈനസും ഇട്ട് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ സിമ്പിൾ കണ്ടോ, ഇങ്ങനെയായിട്ട് മാറും. ഈ പ്ലസും മൈനസിൻ്റെ ഒപ്പം ഒരു ഇൻറ്റർ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു റെസിസ്റ്റൻസും കൂടി നമ്മൾ കണക്ട് ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ ഇതെന്താണ്? പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? താഴ്ത്തോട്ട് ഇങ്ങനെ, വെൻ വി ആർ ഇൻക്രീസിങ് ദ കറണ്ട്. ഓക്കെ, സോ ഇതാണ് എന്ത്? വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമ്മൾ പറയുക. ആൻഡ് ദിസ് ഇസ് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഐഡിയൽ കറണ്ട് സോഴ്സിനെ കുറിച്ചാണ്. ബിക്കോസ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐഡിയൽ കറണ്ട് സോഴ്സിനെ കുറിച്ചും പറയണം. എന്തായിരിക്കും ഇവിടെ വരിക?
കറണ്ട് റിമെയിൻസ് ഫിക്സ്ഡ് വാട്ട് എവർ ബി ദ വോൾട്ടേജ്. മറ്റേ നമ്മൾ പറഞ്ഞതാണ് വാട്ട് എവർ ബി ദ കറണ്ട് വോൾട്ടേജ് റിമെയിൻസ് ഫിക്സ്ഡ്. ഓക്കെ, നോക്കുക ഇവിടെ പറയുന്ന ഡെഫിനിഷൻ: എ കറണ്ട് സോഴ്സ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് എ കോൺസ്റ്റന്റ് കറണ്ട് ടു ദ ലോഡ് അറ്റ് എനി ടൈം ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ വോൾട്ടേജ് സപ്ലൈ ടു ദ സർക്യൂട്ട്. കണ്ടോ, ഇൻഡിപെൻഡന്റ് ഓഫ് ദ വോൾട്ടേജ്, വാട്ട് എവർ ബി ദ വോൾട്ടേജ് യു ആർ ഗിവൺ, the current remains constant to the load. Such devices are called ideal current sources. This type of current is known as ideal currents. Okay. ഇനി അവിടെ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കേസ് പറഞ്ഞത് എന്തായിരുന്നു? 0 ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇൻഫിനിറ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അച്ചീവ് ചെയ്യാനും നമുക്ക് പറ്റാത്തത് കൊണ്ട് പ്രാക്ടിക്കൽ ഐഡിയൽ കറണ്ട് സോഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഐഡിയൽ കറണ്ട് സോഴ്സ് നമുക്ക് പ്രാക്ടിക്കലി ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, എന്താണ് ഇത് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആവണം എന്നുള്ളത് ഈ സെഗ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ നോക്കി എങ്ങനെ വരുന്നതെന്നുള്ളത് കണ്ടോ, ഒരു സർക്കിൾ ഇട്ടിട്ട് അതിനകത്ത് ഒരു ആരോ സിമ്പിളാണ് കാണിച്ചേക്കുന്നത്. ദിസ് ആരോ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അപ്പോൾ ഇവിടെ ഈ ആരോ വരുന്ന ഭാഗത്തായിരിക്കും പ്ലസ് ഉണ്ടാവുക, ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക, മൈനസ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നോക്കുക, ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ IS ആണ് വരേണ്ടത്, ഇവിടെ IS ആണ് വരേണ്ടത്, ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഇതിനെ ക്രോസ് എന്തുണ്ടാവും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. കണ്ടോ, ആ കറണ്ട് ഫ്ലോ ആണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റേത് VI ഗ്രാഫ് ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്ന ഗ്രാഫ് ഏതാണ്, IV ഗ്രാഫ് ആണ്. സോ വാട്ട് എവർ ബി ദ വോൾട്ടേജ്, കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. ദിസ് ഇസ് വാട്ട് യു കോൾ ഐഡിയൽ കറണ്ട് സോഴ്സ്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഐഡിയൽ കറണ്ട് സോഴ്സ് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ എന്തുണ്ടാക്കാൻ പറ്റും, പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതപ്പോൾ എന്താ പറയുന്നത് നോക്കുക, പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ഡു നോട്ട് ഹാവ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് അക്രോസ് ദെയർ ബട്ട് ദേ ഹാവ് എ ഫൈനൈറ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതിനെന്തുണ്ടായിരിക്കും, ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടാവണം, ദർ ഇസ് എ വേരിയേഷൻ ഓൺ കറണ്ട് ബൈ വേരിയിങ് ദ വോൾട്ടേജ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ദ കറണ്ട് ഡെലിവേർഡ് ബൈ ദ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് ഓൾസോ ഡിപ്പെൻഡ് സംവാട്ട് ഓൺ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. ഈ ഡിപ്പെൻഡൻസ് എത്രമാത്രം കുറയ്ക്കാവുന്നോ അത്രയും ഇത് എന്തിലോട്ട് പോകും, ഐഡിയൽ നേച്ചറിലോട്ട് പോകുമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് നോക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞത് വോൾട്ടേജ് സോഴ്സിൻ്റെ കേസിൽ ഈ റെസിസ്റ്റൻസ് എങ്ങനെയാണ് വന്നിരുന്നത്, സീരീസിലാണ് വന്നിരുന്നത്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പാരലലാണ് നമ്മൾ കണക്ട് ചെയ്യുക. കണ്ടോ, പാരലൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഗ്രാജുവലി ഇത് താഴത്തോട്ട് ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ്. ഏത് ഗ്രാഫിലാണ്, IV ഗ്രാഫിലാണ്. തൊട്ട് മുമ്പത്തെ ഗ്രാഫിൽ നമ്മൾ എന്താ കണ്ടിരുന്നത്, വോൾട്ടേജ് സോഴ്സിൻ്റെ ഗ്രാഫിൽ നമ്മൾ കണ്ടിരുന്നത് VI ഗ്രാഫ് ആയിരുന്നു. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റിലോട്ട് വരുമ്പോൾ വൈ ദ ഐഡിയൽ കറണ്ട് സോഴ്സ് ഹാസ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കറണ്ട് സോഴ്സ് എന്താണ്, വോൾട്ടേജ് സോഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിന് നമുക്ക് ഫെമിലർ ആവുന്ന 2 എക്സാമ്പിൾസും കൂടി പറഞ്ഞേക്കാം. ഒന്ന്, കറണ്ട് സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ സോളാർ സെല്ലും ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ കറണ്ട് സോഴ്സ് ആയിട്ട് പറയുന്നത്. അവിടെ നമ്മൾ കറണ്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടുത്ത ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്ന ഭാഗത്ത് നമ്മൾ കൂടുതലും കറണ്ടിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ആണ് പറയുക. കറണ്ട് ഗെയിൻ എന്നുള്ള വാക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് യൂഷ്വലി എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്, കറണ്ട് സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണഗതിയിൽ ബാറ്ററീസും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റേഴ്സുമാണ്. ബാറ്ററി എന്നൊക്കെ നമുക്ക് എപ്പോഴും വോൾട്ടേജ് ആണ് നമ്മൾ പറയുക, ശരിയല്ല. ഒരു ബാറ്ററിയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1.5 വോൾട്ട് ആണെന്ന് പറയും. അപ്പോൾ ആ വോൾട്ടേജ് ആണ് നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കാറ്റഗറി ഞാനൊന്ന് പറയാൻ വേണ്ടി എടുത്തതാണ്. നമ്മുടെ ലാസ്റ്റ് സെഗ്മെൻറ്റ് പറയുന്നത് അഗെയിൻ വൈ ദ ഐഡിയൽ കറണ്ട് സോഴ്സ് ഹാസ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. ആൻസർ വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ലോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. എപ്പോഴാണ് കറണ്ട് ഫ്ലോ ചെയ്യുക, വെൻ ദർ ഇസ് എ ലോ റെസിസ്റ്റൻസ്. എപ്പോഴാണോ താഴ്ന്ന റെസിസ്റ്റൻസ്, കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ളത്, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കറണ്ട് ആ ഡിവൈസിലോട്ട് പാസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 100% ഓഫ് ദ ലോഡും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലോഡിൻ്റെ റെസിസ്റ്റൻസ് നമ്മുടെ കറണ്ട് സോഴ്സിൻ്റെ റെസിസ്റ്റൻസിനെക്കാട്ടും താഴെ ആയിരിക്കണം. ശരിയാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഇത് ഏത് ലോഡാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് എന്താണ്, കറണ്ട് സോഴ്സിന് ഹയസ്റ്റ് റെസിസ്റ്റൻസ്, ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കൂ, ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്ന റിമാർക്സ് പറയുന്നത് എ കറണ്ട് സോഴ്സ് ഇസ് യൂസ്ഡ് ആസ് എ പവർ എ ലോഡ് സോ ദാറ്റ് ലോഡ് വിൽ ടേൺ ഓൺ. വി ട്രൈ ടു സപ്ലൈ 100% ഓഫ് ദ പവർ ടു ദ ലോഡ്. കണ്ടോ, നമുക്ക് 100% പവർ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ലോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം.
For that, we connect some resistance to transfer 100% of the load because the current always take the path of the least resistance. കുറഞ്ഞ റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കും കൊടുക്കുക. സോ in order for current to go to the path of least resistance, we must connect resistance higher than the load. എവിടെ? കറണ്ട് സോഴ്സിൽ നമ്മൾ higher than the ലോഡിൽ കണക്ട് ചെയ്യണം. This is why we have the ideal current source to have infinite internal resistance. This infinite resistance will not affect വോൾട്ടേജ് അക്രോസ് ദ സർക്യൂട്ട്. ഈ ഇങ്ങനെ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് വരുമ്പോൾ വോൾട്ടേജിനെ എന്ത് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യില്ല. വി ക്യാൻ ട്രാൻസ്ഫർ മാക്സിമം കറണ്ട് ടു ദ ലോഡ്. അപ്പോൾ ഈ കണ്ടീഷൻ പ്രകാരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഐഡിയൽ കറണ്ട് സോഴ്സിനെ കുറിച്ചും ഐഡിയൽ വോൾട്ടേജ് സോഴ്സിനെ കുറിച്ചും പറയാനുള്ളത്. ഇത് വച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത 3 തിയറം, അതായത് നോർട്ടൺ തിയറം, തെവനിൻ തിയറം, അതുപോലെ തന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലോട്ട് നമ്മൾ കടക്കുന്നത്. അത് നമുക്ക് അടുത്ത സെഗ്മെന്റിൽ നോക്കാം. ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.